നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാരദാമ്മേ, ശ്യാമയ്ക്കൊപ്പം നിങ്ങൾക്കകത്തേക്ക് വരാം. ശാരദാമ്മയ്ക്ക് മാത്രം. സത്യമേ, ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ ഹോസ്പിറ്റലിലെ കാര്യം തീരുമാനിച്ചാ മതി. ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് ഈ സത്യഭാമയാ. ഇതാണോ നമ്മുടെ വീട്? ഇത്രയും വലിയ വീടല്ലായിരുന്നല്ലോ. ഇങ്ങനെ നീളത്തിലുള്ള. മോളെ, അത് വേറെ വീട്. ഇതാ നമ്മുടെ വീട്. ഇവൾക്കിതെന്തു പറ്റി? ഇനി ആ ടാബ്ലറ്റിന്റെ സൈഡ് എഫക്റ്റ് ആണോ? അങ്ങനെയൊന്നും മധുശ്രീ പറഞ്ഞില്ലല്ലോ. എന്തൊക്കെ പൊന്നി, നീ പോയി ആരതി എടുത്തോണ്ട് വാ. മോളെ, കേറ്. അധികം വെയിലത്ത് നിൽക്കണ്ട. വാ. നിക്കു കുഞ്ഞേച്ചി, ഞാൻ ഈ മുറ്റമൊക്കെ ഒന്ന് കാണട്ടെ. ഹായ്, ഇതെന്താ ഈ പടിക്കെട്ടിൽ ആനയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നെ? നോക്ക്, അതൊക്കെ നമുക്ക് സാവധാനം കാണാം. അതൊക്കെ പറഞ്ഞു തരുകയും ചെയ്യാം. കുഞ്ഞേച്ചി എങ്ങോട്ടും പോയില്ലല്ലോ. പറ പറ കുഞ്ഞേച്ചി. ഇല്ല, അമ്മയും വരണേ. വാ, എന്ന് വാ. അവിടെ നിൽക്കേ. ഇതാരാ കുഞ്ഞേച്ചി? ഇവിടുത്തെ ടീച്ചറാണോ? മുഖം കണ്ടാ എനിക്ക് അറിയാം. സ്കൂളിലെ വലിയ ടീച്ചറാണല്ലേ. പൊന്നി, ആരതി കാർത്തികയുടെ കയ്യിൽ കൊടുക്ക്. സത്യഭാമയുടെ മൂത്ത മരുമകൾക്ക്. കാർത്തികേ, കാർത്തികേ, ഇവൾ അസുഖമൊക്കെ കഴിഞ്ഞു വരുന്നതല്ലേ. നീ വേണം അവളെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ. ഈ വീട്ടിലേക്ക് കൂടെ കയറാൻ വരുന്ന എല്ലാ ദോഷങ്ങളും അകലാൻ. ആന്റിബോഡി കുത്തിവെക്കാതെ ആരും മയക്കത്തിൽ നിന്ന് ഉണരില്ലെന്നാണല്ലോ മധുശ്രീ പറഞ്ഞത്. പിന്നെ ഇവളെങ്ങനെയാ ജീവനോടെ ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒന്നിന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് നീയാണെന്ന് എനിക്ക് മനസ്സിലായടി. നിന്റെ കള്ളി വെളിച്ചത്താക്കാനാ ഞാൻ എന്റെ കുഞ്ഞേച്ചിയും കൊണ്ട് വന്നിരിക്കുന്നത്. ഹായ് തീ. മോളെ, വീട് കുഞ്ഞേച്ചി, ഞാൻ തൊടട്ടെ. മോളെ, എന്താ മോളെ? ഇതെന്താ ഇത്? മോളെ, അത് ആരതിയാ. ആരതിയോ? അതെന്റെ കൂട്ടുകാരിയാ. മോളെ, ഒന്ന് അടങ്ങി നിക്ക്. ഇതിപ്പോ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? മോളെ, അത് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറാനാ. എങ്കി എന്റെ കുഞ്ഞേച്ചിക്ക് വേണം ആതിരാ. താ.
ശാരദാമ്മേ, ശ്യാമയ്ക്കൊപ്പം നിങ്ങൾക്കകത്തേക്ക് വരാം. ശാരദാമ്മയ്ക്ക് മാത്രം. സത്യമേ, ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ഹോസ്പിറ്റലിലെ കാര്യം തീരുമാനിച്ചാ മതി. ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് ഈ സത്യഭാമയാ. ഹോസ്പിറ്റലിലെ പോലെ തന്നെ നോക്കിക്കോളാന്നുള്ള ഉറപ്പിലല്ലേ സത്യമേ ശ്യാമയെ അവര് നമ്മുടെ കൂടെ വിട്ടത്? ഹോസ്പിറ്റലെ പോലെ തന്നെ നോക്കും ശാരദാമ്മേ നിങ്ങളുടെ മകൾ ശ്യാമയെ. 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ചികിത്സ വേണമെങ്കിൽ അങ്ങനെ. പക്ഷേ പുകഞ്ഞ കൊള്ളിയെ തിരിച്ചെടുക്കുന്നില്ല. ശരി സത്യമേ, സത്യമ്മയുടെ തീരുമാനം അങ്ങനെയെങ്കിൽ അങ്ങനെ. സത്യമ്മ പറഞ്ഞത് ശരിയാ. ഇവിടത്തെ കാര്യം സത്യമ്മ തന്നെയാ തീരുമാനിക്കേണ്ടത്. ശ്യാമയെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. 2-3 ആഴ്ചത്തെ ചികിത്സയും വിശ്രമവും അല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഇവളെ നോക്കിക്കോളാം. പൂർണ്ണമായി ഭേദപ്പെട്ട ശേഷം തിരിച്ചയക്കാം. മകള് കളക്ടർ ആയതിന്റെ അഹങ്കാരം. കൊമ്പത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കുമായിരിക്കും നിങ്ങള്. അയ്യോ സത്യമേ, അങ്ങനെയൊന്നും അല്ല. എന്തിനാ ഭാമ ഈ കടുംപിടുത്തമൊക്കെ? എന്റെ മരുമകൾക്ക് ഒരു അസുഖം വരുമ്പോ ഞാൻ നോക്കണ്ടെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? എന്റെ അമ്മ ശാരദാമ്മ ശ്യാമയെ നോക്കിയെങ്കിൽ നോക്കട്ടെ. ശ്യാമയുടെ അമ്മയല്ലേ ശാരദാമ്മ? വിഷ്ണു, ഛർദിച്ചത് വിഴുങ്ങാൻ നോക്കണ്ട നീ. ഈ നിൽക്കുന്നത് നീ താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ. അമ്മേ, ശ്യാമയുടെ കാര്യമാണ് ഞാൻ. ദേ, എന്റെ മരുമകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാ മതി. എന്റെ നിലപാടെന്താണെന്ന് ശാരദാമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഇനി ശ്യാമയെ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ശരി സത്യമേ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. വാ മോളെ. കൊണ്ടുപോയിക്കോളൂ ശാരദാമ്മേ. പക്ഷേ ഭേദമായി കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണമെന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.